ഇപ്പൊ സ്കൂളിൽ നിന്ന് മാത്രം കിട്ടുന്ന കുറെ നൊസ്റ്റാൾജിക് അനുഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. നമുക്കൊരു 10ാം ക്ലാസ് ഓർമ്മകള്, +2 ഓർമ്മകള്, അതുപോലെ സ്കൂളിൽ നിന്ന് കിട്ടുന്ന ഒരു നമുക്ക് എപ്പോഴും ഇനിയിപ്പോ കോളേജിൽ പോയാലും ഇനിയിപ്പോ ഒരു വർക്ക് സ്പേസിൽ പോയാലും നമുക്ക് എത്ര കൊളീഗ്സ് ഉണ്ടായാലും ഒക്കെ മിക്കവർക്കും ഏറ്റവും കൂടുതൽ അവർക്കൊരു കണക്ഷൻ, കാരണം അവരുടെ ഒരു കുഞ്ഞുനാൾ മുതൽ അവർ കണ്ടു വളർന്ന ഈ സ്കൂൾ ഫ്രണ്ട്സിനെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ അവർ മിസ് ചെയ്യില്ലേ? പിന്നെ ഒരു ക്വസ്റ്റ്യനും കൂടെ എനിക്കുണ്ട്. ഇപ്പൊ ഈ കുട്ടികളെ ഇപ്പൊ നമ്മൾ വീട്ടിലിരുത്തിന്ന് വെച്ചോ, അങ്ങനെ ഇരുത്തിയാൽ പോലും ഇവരുടെ കൂടെ കളിക്കാനായിട്ട് കുറച്ച് കുട്ടികൾ വേണ്ടേ? നമ്മുടെ വീട്ടിൽ പിള്ളേർ മാത്രമാണല്ലോ വീട്ടില്, മറ്റു കുട്ടികളൊക്കെ സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് അപ്പൊ ഇവർക്ക് കൂടെ കളിക്കാനോ ഒന്നും ആരും ഇല്ലെങ്കിൽ അതപ്പോ എങ്ങനെയായിരിക്കും ആ ഒരു കാര്യം? ആ സമയത്തുള്ള നമ്മുടെ ജീവിതം ഒന്നും ഒരിക്കലും ഒരു ടൗൺ ബേസ്ഡ് ആയിരുന്നില്ല. ഞങ്ങൾ അട്ടപ്പാടിയിലും പാലക്കാടും ആയിരുന്നു അധികവും. പിന്നെ വയനാടും ഒക്കെ നമ്മൾ കൃഷി ഉള്ളതുകൊണ്ട് ഇവരെപ്പോഴും യാത്രയിലായിരുന്നു അന്ന്. കുഞ്ഞു കുട്ടികളാണെങ്കിലും ഇവര് ഓൾമോസ്റ്റ് യാത്ര സൗത്ത് ഇന്ത്യയിലും ഒക്കെ പോവുക, കൃഷിയിടങ്ങൾ കാണുക, അവിടെ ചില സൗഹൃദങ്ങൾ ഉണ്ടാവുക. ഞാൻ ഈ അടുത്ത കാലത്ത് ബാംഗ്ലൂർ ഒരു എക്സിബിഷനിൽ പങ്കെടുക്കുമ്പോഴത്തേക്കാണ് ഒരുപാട് കുട്ടികൾ അവിടെ, അതായത് അവരുടെ ഇതുപോലെ അവരുടെ വീട്ടുകാരൊക്കെ ഉണ്ടാക്കിയ ചില ബ്രാൻഡിന്റെ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാനായിട്ട് വരുമ്പോ ഇതെല്ലാം കൺസെപ്റ്റ് ദ സെയിം, നാച്ചുറൽ വേ ഓഫ് ലൈഫ്. സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ ടു ലീവ് നാച്ചുറൽ എന്നുള്ളതാണ്. അപ്പോൾ അവരോടൊക്കെ ചോദിക്കുമ്പോഴും ദേ ആർ വെരി എന്ന് പറയാ വെരി സ്മാർട്ട്, നന്നായി ലാംഗ്വേജ് അറിയാം, നന്നായി അവരുടെ പ്രൊഡക്റ്റിനെ പ്രസന്റ് ചെയ്യാൻ അറിയാം, അവർ ഒരിടത്തും പഠിച്ചിട്ടില്ല. അപ്പൊ നമ്മുടെ കുട്ടികളിൽ നമ്മൾ അന്ന് പരീക്ഷണം എന്നുള്ള നിലയ്ക്ക് നമ്മൾ സ്കൂളിൽ വിടാതിരിക്കുമ്പോഴും അവർക്ക് ഒരിക്കലും വീട്ടിലിരിക്കേണ്ടി വന്നിട്ടില്ല. യാത്രകള്, പിന്നെ നമ്മൾ ഗ്രാമങ്ങളെ സെറ്റ് ചെയ്തായിരുന്നു നമ്മുടെ താമസങ്ങൾ. കമ്മ്യൂണിറ്റി തന്നെ ഉണ്ടായിരുന്നു, നമ്മളായിട്ടൊരു കമ്മ്യൂണിറ്റി. എനിക്കൊരിക്കലും കമ്മ്യൂണിറ്റി ലിവിങ്ങിന് താല്പര്യമുള്ള ആളായിരുന്നില്ല. അപ്പൊ ഞാൻ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയെ ഡെവലപ്പ് ചെയ്തിട്ടില്ല. പക്ഷേ നമ്മുടെ അടുത്ത് താമസിക്കുന്ന അവരുടെ കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്നു കഴിയുമ്പോൾ ഇവരുമായിട്ട് കളിയും ബഹളങ്ങളും. പിന്നെ നമ്മുടെ വീട്ടിൽ അന്ന് തന്നെ ഒരു 10-47 പശുക്കളുണ്ട്, നാടൻ പശുക്കള്. പിന്നെ ഇതൊക്കെ നോക്കാൻ വരുന്നവരുണ്ട്, പ്രായമായവര്, ഹിന്ദിക്കാര്, ഇവരൊക്കെ ഇതൊക്കെ ആയിരിക്കും ഇവരുടെ കൂട്ടുകാര്. അപ്പൊ പിള്ളേരൊക്കെ ചെറിയ പ്രായത്തിലെ അപ്പം എന്താ മൾട്ടി ലിംഗ്വൽ ആയിട്ടായിരിക്കും വളർന്നത്. നമ്മുടെ ഒറീസക്കാരുണ്ടായിരുന്നു, തമിഴ് എല്ലാം പഠിച്ചിട്ടുണ്ടായിരുന്നു. മൂത്ത മോനെ ഒരു 13 വയസ്സുള്ളപ്പോ ഞങ്ങളുടെ പശുവിനെ നോക്കാൻ നിന്നിരുന്ന ഒറീസയിലെ കണ്ടമാൽ ഡിസ്ട്രിക്റ്റിലായിരുന്നു. ശരിക്കും അതൊരു റൈറ്റ് പ്ലേസ് ആയിരുന്നു. എന്നിട്ടും ഹിലാലിന് നിർബന്ധമായിരുന്നു അവൻ ഈ പ്രായത്തിൽ തന്നെ നാട് ഒക്കെ കാണട്ടെ എന്ന് തന്നെ. അവന് 11 വയസ്സുള്ളപ്പോഴത്തേക്കിന് പുള്ളി ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് ബാംഗ്ലൂർക്ക് തന്നെ വിട്ടിട്ടുണ്ട്. ഒറ്റയ്ക്ക് പോയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഈ പുള്ളിയുടെ ചില പരീക്ഷണങ്ങളോട് എനിക്ക് ചില എന്താ പറയാ താല്പര്യക്കുറവൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഹി വാസ് വെരി ബ്രേവ്. ആ സമയത്ത് അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത് കൊണ്ടൊക്കെ തന്നെ ജീവിതത്തിൽ അവനും ഒത്തിരി നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ഒരു ദിവസം എന്നെ പെട്ടെന്ന് പറഞ്ഞു, ഞാൻ ബാംഗ്ലൂരാണ്, നീ അവന്റെ കയ്യിൽ കുറെ റൈസ് ഒക്കെ കൊടുത്ത് വിടാൻ പറഞ്ഞു. പിന്നെ ചോദിച്ചാൽ എങ്ങനെ വിടും എന്ന് ചോദിച്ചാൽ പറഞ്ഞു, കോട്ടയത്ത് നിന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്, ബസ്സിൽ കയറ്റി വിട്ടാൽ മതി, ഞാൻ വന്ന് വിളിച്ചോളാം തന്നെ. അപ്പൊ അവന് 11 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അവന് നേരെ കയറ്റി വിട്ടു. പക്ഷെ സേഫായിട്ട് നമുക്ക് അന്ന് തോന്നി. കാര്യം എന്നാന്ന് വെച്ചാൽ ബസ്സിൽ കയറിയാൽ മതിയല്ലോ, ഇറങ്ങുന്നിടത്ത് ഒരാളുണ്ട്, പിന്നെ ട്രാവലുകാരോട് പറഞ്ഞു വിട്ടു. പിന്നെ 14 വയസ്സ് അടുത്ത സമയത്താണ് കണ്ടമാല് വിട്ടത്. ഒരു മാസം അവിടെ റേഞ്ച് പോലും ഇല്ല, വില്ലേജ് ഒറ്റയ്ക്ക്. നമ്മുടെ കൂടെയുള്ള ജോലി ചെയ്യുന്ന പയ്യന്, അവന് ബ്രഹ്മ എന്നായിരുന്നു പേര്, ബ്രഹ്മയുടെ കൂടെ നമ്മൾ വിട്ടു. പിന്നെ അവനവിടെ വലിയ മരത്തിന്റെ ഒക്കെ മേളിൽ കയറി റേഞ്ച് പിടിച്ചിട്ട് വിളിക്കുമായിരുന്നു. അപ്പൊ അവിടെ ചെന്നപ്പോ അവൻ പറയുന്നത് എന്നാന്ന് വെച്ചാൽ അവര് വീട് പണിയാനാണ് അവൻ ലീവ് എടുത്ത് നമ്മുടെ അടുത്തുനിന്ന് പോയത്. ആ വീട് പണി എന്ന് പറഞ്ഞാൽ അവരുടെ റിലേറ്റീവ്സ് ഒക്കെ അപ്പൊ അവിടെ വരും. ഇവര് തന്നെ മണ്ണ് വെച്ച് ഇഷ്ടിക ഉണ്ടാക്കുന്നു, ഇവരെല്ലാവരും തന്നെ വീട് പണിയുന്നു, എന്നിട്ട് അവിടെ താമസിക്കുക. ആക്ച്വലി നമ്മുടെ നാട്ടിലൊരു വീട് പണി എന്ന് പറയുമ്പോഴത്തേക്കിന് നമുക്ക് ചിലപ്പം വീട് പണിയുന്ന ആൾക്ക് ഇതിൽ ഇൻവോൾവ്മെന്റ് ഒന്നും ഇല്ലല്ലോ. പക്ഷെ ഇവരുടെ ഭാര്യ, ഭാര്യയുടെ ആങ്ങള്, അങ്ങനെ ബന്ധുക്കളെല്ലാം കൂടെ ചേർന്നാണ് ഒരു വീട് പണിയുന്നത്. ആ വീട് പണിക്ക് അവർക്ക് ചെലവില്ല. കാര്യം വെച്ചാൽ ഇവരുടെ പാടത്തെ പിന്നെ മണ്ണൊക്കെ ചേർത്ത് ഇഷ്ടിക ഉണ്ടാക്കുന്നു. അവര് വളരെ ചെറിയൊരു വീട് പണിയുന്നു, വളരെ സുഖമായി ഇവിടെ കഴിയുന്നു. അപ്പൊ ഞാൻ മോനോട് ചോദിക്കും, മോനെ അവിടെ ചെന്നപ്പോ അവന് ഏക ഒരു പ്രശ്നം വന്നത് പരിപ്പ് നമ്മൾ അങ്ങനെ ഉപയോഗിക്കുന്നതായിരുന്നില്ല. അപ്പൊ അതൊരു പ്രശ്നം വന്നപ്പോ അവൻ സ്വിച്ച് ചെയ്തു. നേരെ അവന് കിഴങ്ങും തക്കാളിയൊക്കെ ഉപയോഗിച്ച് കറിയൊക്കെ അവന് വേണ്ടത് ചിലപ്പോൾ അവൻ ഉണ്ടാക്കും. ഇവര് 4 മണിയാകുമ്പോ ബ്രഹ്മയുടെ വൈഫണിക്കും. അവർ ആദ്യം ചെയ്യുന്നത് വീട് വൃത്തിയാക്കലാണ്. തൂത്തുവാരി മെഴുകി എല്ലാം കഴിഞ്ഞ് പിന്നെ അവര് ചോറ് വയ്ക്കും. ഈ ചോറ് അവർ രാവിലെയും കഴിക്കും, ഉച്ചയ്ക്കും കഴിക്കും. പിന്നെ വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ അവർ എന്തെങ്കിലും ഉണ്ടാക്കും. വളരെ പെട്ടെന്ന് തന്നെ അവർ കിടന്നുറങ്ങുകയും ചെയ്യും. ഇപ്പൊ 14 വയസ്സായപ്പോ ഒക്കെ അവനെ അങ്ങനെ പരീക്ഷിപ്പിച്ചു. അവൻ മാത്രമാണ് ഒട്ടുമേ സ്കൂളിൽ പോകാത്ത ആള്. അപ്പൊ അവനൊരു വരെയും പോയിട്ടില്ല, ഒന്നും പഠിച്ചു. പിന്നെ ഡിഗ്രി അല്ല, അവനെ പിന്നെ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാല് കുറച്ച് വലുതായി വന്നപ്പോഴത്തേക്കിനും മറ്റു മക്കള് സ്കൂളിൽ പോകാൻ, അത് അവർക്ക് 15-13 ഒക്കെ ആയപ്പോ
കുറച്ച് ഞാൻ മക്കളുമായിട്ടൊരു ജീവിതത്തിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം വന്നു. അന്നേരം വളരെ ക്ലോസ് ആയിട്ട് ഞാൻ ദുബായിക്ക് പോയി മക്കളുമായിട്ട്. ഞാൻ ദുബായി പോയി ഉണ്ടാക്കിയ ബ്രാൻഡാണ് ആക്ച്വലി നാച്ചുറൽ എഡിബിൾസ്. അപ്പം മക്കളിങ്ങനെ ചോദിച്ചു, അമ്മയ്ക്ക് ഇവിടെയൊക്കെ വന്നപ്പോൾ എന്തോരം ഫ്രണ്ട്സാ, ഞങ്ങൾക്ക് ആകെ മിസ് ചെയ്തത് ഇങ്ങനെ ഒരു ബോണ്ടായിട്ട് ഫ്രണ്ട്സിനെ കിട്ടത്തില്ല. മറ്റേന്ന് പറയുമ്പോൾ നമ്മൾ 5 വർഷം ഒരുമിച്ച് പഠിച്ചു. മറ്റേതെന്ന് പറയുമ്പോൾ കളിക്കുന്ന കൂട്ടുകാര്, അത് കഴിയുമ്പോ അവരങ്ങ് പോയി. അതാ ഞാൻ നേരത്തെ പറഞ്ഞ പിന്നെ അതിന് നമ്മൾ വേറൊരു ഗ്രാമത്തിൽ സെറ്റ് ചെയ്യും. അപ്പത്തേക്കിനും അവിടുത്തെ കൂട്ടുകാരാകും. അപ്പൊ അങ്ങനെ വെച്ചപ്പോ ഞാൻ ചോദിച്ചു, കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് വരുന്നില്ല. പിന്നെ ചിലയിടത്തൊക്കെ നമ്മൾ പോകുമ്പോൾ നമ്മളെ കൺസെപ്റ്റിലൊക്കെ പോലെ തന്നെയുള്ളവരുടെ മക്കളും ഒക്കെ ആയിട്ട് നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ വരും. അപ്പൊ ഞാൻ മക്കളോട് ചോദിച്ചു, നിങ്ങൾക്ക് സ്കൂളിൽ പോകണോ എന്ന് ചോദിച്ചാൽ നേരം പറഞ്ഞു, ഇനിയിപ്പോ ഞങ്ങളെ ആരെടുക്കാനാ, 15 വയസ്സായി, ഇനിയിപ്പോ ആരെടുക്കും ഉമ്മച്ചീന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അവിടെ ഒരു ഗവൺമെന്റ് സ്കൂൾ ഉണ്ടായിരുന്നു, തെങ്ങോട് ഗവൺമെന്റ് ഹൈസ്കൂള് കാക്കനാട്. ഞാൻ അവിടുത്തെ HM ചെന്നുണ്ട്. വളരെ സ്ട്രെങ്ത് കുറഞ്ഞൊരു സ്കൂളാണ്. അപ്പൊ HM പറഞ്ഞു, അയ്യോ ഇവർക്ക് എഴുത്തും വായനയൊക്കെ അറിയാവോ? ഞാൻ പറഞ്ഞു, അവരങ്ങനെയൊന്നും പഠിച്ചിട്ടില്ല, അവര് കൃഷിയാണ്, അവർക്ക് എഴുത്തുമാനൊന്നും അറിയത്തില്ല. പക്ഷെ മോനൊരു 8 വയസ്സുള്ളപ്പോ തന്നെ 2 ദിവസം കൊണ്ട് പത്രം വായിച്ചു. മൂത്തയാള് 2 ദിവസമൊക്കെ, ഒരു ദിവസമൊക്കെ ഇങ്ങനെ അക്ഷരമൊക്കെ തപ്പി തടഞ്ഞു കഴിഞ്ഞപ്പോ 2 ദിവസം കഴിഞ്ഞപ്പോ ഓക്കെ പത്രം വായിക്കാൻ തുടങ്ങി. ഇവര് പക്ഷെ കുറച്ചൊരു പെൺപിള്ളേരല്ലേ, ഇവര് ഈ ചോറും കറി കളികളും കുറച്ച് ആർട്ട് ക്രാഫ്റ്റ് അങ്ങനെയൊക്കെ എഴുത്തും വായനയും പ്രശ്നമാണ്. എഴുത്തും വായനയും പ്രശ്നം. അപ്പൊ ടീച്ചറിനോട് ഞാൻ പറഞ്ഞു, ടീച്ചർ ഒരു കാര്യം ചെയ്യും, ഇവരെ ഒന്ന് ചേർക്കാനുള്ള വല്ല വഴിയുണ്ടോ എന്ന് നോക്ക്. അപ്പൊ ടീച്ചർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ആഫ്റ്റർ കോവിഡില് TC വേണ്ട, നമുക്ക് അഡ്മിഷൻ കൊടുക്കാം, പക്ഷെ BG പഠിപ്പിച്ചെടുക്കുമെന്ന് ഒരു ഉറപ്പ് എനിക്ക് തരണമെന്ന്. ഞാൻ പറഞ്ഞു, പാസ്സാക്കാം, നമുക്ക് അതിനുള്ളത് ഞാൻ പഠിപ്പിച്ചെടുക്കാൻ തന്നെ. പക്ഷെ മൂത്തയാള് ഹിന്ദിക്ക് ഒഴികെ എല്ലാത്തിനും A+ എന്നുള്ള കൺസെപ്റ്റ് ഉണ്ടല്ലോ, അങ്ങനെയല്ലേ ഇപ്പൊ നമുക്കും പറയാൻ പറ്റുള്ളൂ. 10ാം ക്ലാസ്സിലെ ആകെ ക്ലാസ്സിലിരുന്ന് പഠിച്ചുള്ളൂ, 9 A+ ആയിരുന്നു. അവളിപ്പോ ആർക്കിടെക്ചറിന് പഠിക്കുന്നു. രണ്ടാമത്തെ ആള് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്കിന് 10ാം ക്ലാസ്സിന് ഒരു 6 A+, ബാക്കിയൊക്കെ ആശട്ടി അങ്ങനെ കുത്തിയിരുന്ന് പഠിക്കുന്ന ആളൊന്നുമല്ല. ഒന്നും അറിയാത്ത പിള്ളേരായിരുന്നു. പക്ഷെ മൂത്തവൾ ഇപ്പോഴും ക്ലാസ്സിലെ സീരിയസ് എക്സാം എല്ലാം വന്നപ്പോ മിക്കതിനും ഫുൾ മാർക്കാണ്. അതെല്ലാം എന്റെ മോക്ക് മാത്രമുള്ള കഴിവല്ല, ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ടാണ് അവരുടെ ഒരു ബാല്യം അവര് കൊണ്ടുപോയത്. പിന്നെ അവരാഗ്രഹിച്ചപ്പോ മാത്രമാണ് അവര് പഠിച്ചത്. ഇപ്പൊ ഈ മൂത്ത ആളുടെ കേസ് പറയുകയാണെങ്കിൽ അപ്പൊ ആൾക്ക് SSLC അതൊക്കെ ഒന്നുമില്ല. അപ്പൊ ഇവരൊക്കെ പഠിച്ചപ്പോഴത്തേക്കിന് ഞാൻ അവനോട് പറഞ്ഞു, മോനെ ഒരു കാര്യം ചെയ്യാം, NIOS രജിസ്റ്റർ ചെയ്തിട്ട് 10th അങ്ങ് എഴുതിക്കും, അപ്പൊ നമുക്ക് എന്തെങ്കിലും ജോലി നോക്കാം. പക്ഷെ കടയിലിരുന്ന സമയത്ത് ഇവനാണ് കണക്കുകൾ നോക്കുന്നതും അക്കൗണ്ട്സ് ചെയ്യുന്ന GST എല്ലാം ചെയ്യുന്ന ഇവനായിരുന്നു. എന്റെ കൂടെ ഡയറക്ടറും ആയിരുന്നു കമ്പനിയുടെ. അപ്പൊ അവൻ എന്ത് ചെയ്യുന്ന NIOS ഒന്ന് എഴുതിയെടുത്തു. പക്ഷെ അവനിപ്പോ ദുബായിൽ വർക്ക് ചെയ്യുന്നത് അക്കൗണ്ടന്റ് ആയിട്ടാണ്. എക്സ്പീരിയൻസ് ആണ് അവരുടെ ആവശ്യം, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരാണ്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയ എന്താണെന്ന് വെച്ചാൽ, ദുബായിൽ നമ്മൾ ഇവിടുന്ന് വലിയ കോഴ്സുകൾ പഠിച്ചു പോയാലും പലരും നോക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ എന്ത് പണി അറിയാം, സ്കില്ലാണ് നോക്കുന്നത്. അപ്പൊ ആ സ്കില്ല് നോക്കുമ്പോ ഇവൻ ഇതെല്ലാം ചെയ്യുന്നവനായിരുന്നു. ഇവൻ അവിടെ ചെന്ന് കഴിഞ്ഞ് കുറച്ച് ടെൻസ്ഡായി. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉമ്മച്ചി എനിക്ക് പ്രശ്നമൊന്നുമില്ല, അതൊക്കെ ചെയ്യാം, പക്ഷെ എൻ്റെ കൂടെ അപ്പുറം ഇരിക്കുന്ന 2 പേരും ലീവിന് പോവാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അവർ ലീവിന് പോകുന്നതിന് മുമ്പ് അത് പഠിച്ചെടുക്കുക, അവരെ ചെയ്യുന്ന കാര്യങ്ങൾ. ഇപ്പം 1000 more പ്രോഡക്ട്സ് ഉണ്ട് അവിടെ. അതൊരു ബിൽഡിംഗ് മെറ്റീരിയലിന്റെ കടയാണ്. പക്ഷെ സക്സസ്ഫുൾ ആയിട്ട് അവനത് ചെയ്തു. ഒരാളിപ്പം തിരിച്ചു വന്നു എന്ന് പറഞ്ഞു. അപ്പം ഇതാണ് ജീവിതത്തിലെല്ലാം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് ഒരു പഠനത്തിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് ഇല്ല.